കളത്തൂർ സെന്റ് മേരീസ് ചർച്ചിനടുത്തുള്ള ചിന്നമ്മ ആന്റിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ചിന്നമ്മ ആന്റി പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഉണ്ടാക്കി തരാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം ഇന്ന് ഉണ്ടാക്കുന്നത്? മീനച്ചാറ്, ബീഫ് ഒലത്തൻ. ഓക്കെ, മീനച്ചാറും ബീഫ് ഒലത്തിയതും. എന്തായാലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ്. നമ്മൾ ഏതാണ് ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? മീനച്ചാറ്. മീനച്ചാർ എന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പൊ നമ്മള് പുറം രാജ്യങ്ങളിലുള്ളവർ വരെ ഇവിടെ നിന്ന് പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് മീനച്ചാർ. അപ്പം എന്ത് മീനിന്റെ അച്ചാറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? ചേറുമീൻ. ഓക്കെ, ചെറുമീനിന്റെ മീനച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തെല്ലാം സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്? മീൻ വൃത്തിയായിട്ട് 1 കിലോ മീൻ വൃത്തിയായിട്ട് കഴുകി ഞുറുക്കിയെടുത്തത്. അതിന് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂട്ടി തിരുമ്മി വെക്കണം. മസാല ചേർത്ത് എത്ര സമയം അങ്ങനെ ചേർത്ത് വെക്കണം? ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റ് സമയം. അതിനുശേഷം എണ്ണ ചൂടാക്കി എണ്ണക്കകത്ത് എണ്ണ തിളച്ച് കഴിയുമ്പം ഇട്ട് വറുത്ത് കോരിയെടുക്കണം. എന്നിട്ട് പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില ഇതൊക്കെ കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് എടുക്കണം. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഈ ചെറുമീൻ ആകുമ്പോൾ എന്താ ടേസ്റ്റ് കൂടുതൽ കിട്ടും? ടേസ്റ്റ് കൂടുതൽ. ഇത് ഫ്രഷ് ആയിട്ടുള്ള മീനാ, നല്ല പിടയ്ക്കുന്ന മീനായിരുന്നു. അതിന് നല്ല ടേസ്റ്റാ. ഈ ഒരു അച്ചാർ എത്ര നാൾ വരെ നിൽക്കും? ഇത് 1 മാസം 2 മാസം ഒക്കെ വെച്ചുകൊണ്ട് 1-2 മാസം വരെ നമുക്ക് കീപ്പ് ചെയ്യാം. പുറം രാജ്യങ്ങളിലവർക്ക് വേണമെങ്കിൽ കൊടുത്തേക്കാം. അപ്പൊ ചെറുമീനിന്റെ അച്ചാറാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം ഇതിൽ മസാല ഒന്ന് റെഡിയാക്കാം. ചെറുതായിട്ട് അരിഞ്ഞ മീനാണ് അല്ലെ? ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ് മീൻ. നമ്മൾ ഈ ഒരു കഷ്ണത്തിൽ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് അരിഞ്ഞെടുക്കാൻ വേണ്ടി. ചെറുമീൻ അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇപ്പോൾ മുളക് പൊടിയും കുരുമുളകും ഉപ്പും ഇതിലേക്ക് ആദ്യം മിക്സ് ചെയ്യണം. ഒരു 2 സ്പൂണെല്ലാം മതിയാവും. ഒരു ചെറിയ സ്പൂണിന് 3 സ്പൂൺ. ഓക്കെ, ചെറിയ സ്പൂണിന് 3 സ്പൂണും വലിയ സ്പൂണിന് 2 സ്പൂണുമാണ് മുളക് പൊടിയുടെ അളവ്. ചെറിയ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ കുരുമുളകിന് 1 ടീസ്പൂൺ കുരുമുളകും ആവശ്യമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അല്ലേ? എല്ലാ ഭാഗങ്ങളിലും പറ്റിപ്പിടിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ ചെറിയ കഷ്ണങ്ങളായിട്ടിരുന്ന നമ്മുടെ ചെറുമീനിലേക്ക് ഈ 3 കുരുമുളകും മുളക് പൊടിയും ഉപ്പും അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുരുമുളകും അതുപോലെ തന്നെ മുളകും ഉപ്പും ഇട്ട് നന്നായിട്ട് നമ്മുടെ ചെറുമീനിൽ പുരട്ടിയെടുത്തു. ഇനി ഒരു 5 മിനിറ്റ് സമയം നമ്മളിത് മാറ്റി വെക്കുകയാണ് ഇതിലെല്ലാ ഭാഗങ്ങളിലും ഒന്ന് പിടിച്ച് എടുക്കാൻ വേണ്ടി. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. 5 മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുന്നതിന് നമ്മൾ മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ? അപ്പൊ നമ്മൾ ഈ വറുത്തെടുക്കാൻ വേണ്ടി ഒരുപാട് എണ്ണ ഉപയോഗിക്കൂ? ഒരുപാട് എണ്ണ ഉപയോഗിക്കുകയല്ല, വളരെ കുറച്ച് എണ്ണയിൽ തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ കോട്ടയത്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാവുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്? ചെമ്മീനൊക്കെ അച്ചാറിടും. വെളിയിലേക്ക് പോണവർക്കാണ് ഇതൊക്കെ കൂടുതൽ. നാട്ടിലുള്ളവർ ഫ്രഷ് ആയിട്ട് അപ്പൊ തന്നെ ഉണ്ടാക്കി കഴിക്കുകയല്ലേ. ഇത് വെളിയിലോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ ഇങ്ങനെ അച്ചാറിട്ട് കൊടുത്തു വിടാറുണ്ട്. എണ്ണ തിളച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു എത്ര സമയം എണ്ണയിൽ കിടക്കേണ്ടി വരും ഒന്ന് റെഡിയായി വരാൻ വേണ്ടി? 15 മിനിറ്റ് എങ്കിലും വേണം. ഓക്കെ, ഒരു 15 മിനിറ്റ് സമയം ഇതിനകത്ത് എണ്ണയിൽ കിടന്നൊന്ന് റെഡിയാവേണ്ടതുണ്ട്. നമ്മുടെ ചെറുമീൻ ഉപ്പും മുളകും കുരുമുളകും ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് 5 മിനിറ്റ് വെച്ച മീൻ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു 15 മിനിറ്റ് സമയം ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് റെഡിയായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നത്. ശരിക്കും വറുത്തെടുക്കണം, നല്ലതുപോലെ വറുത്തെടുക്കണം, അല്ലെ പൊടിഞ്ഞു പോകും. അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മൾ വെയിലത്ത് വെച്ചൊക്കെ ഒന്ന് വെള്ളമൊക്കെ വലിച്ചു കഴിഞ്ഞാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. നമ്മളിപ്പം ഈ ഒരു ഇടയ്ക്ക് ഇത് വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അല്ലേ? മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ചിന്നമാൻറ്റി ചെയ്തപ്പോഴും ഒരു മീൻ പോലും പൊട്ടിയിട്ടില്ല. പൊട്ടയിടാതെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കൊടുക്കുന്നത്. അപ്പം മീനൊന്നും പൊട്ടിക്കരുത്. അച്ചാർ ഉണ്ടാക്കുന്നത് കൊണ്ട് മീൻ പൊട്ടാതെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആന്റി ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം എന്താണ്? മീനച്ചാറ് ഇഷ്ടമാണ്. മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, അച്ചാറുകളാണ് കൂടുതൽ അവർക്ക്. പാവയ്ക്ക അച്ചാറ്. എന്തായാലും അച്ചാറുകൾ നന്നായിട്ട് ഉണ്ടാക്കുന്ന ചിന്നമ്മ ആന്റി തന്നെ കൂടുതൽ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴേക്കും നിങ്ങൾക്ക് എന്തായാലും ഹാപ്പിയാണെന്ന് അറിയാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മീനച്ചാറാണ്. അപ്പം ഈ ഒരു ചെറുമീനിന്റെ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇതിന് കിട്ടുന്ന ഒരു ടേസ്റ്റ് വേറെ ഒരിടത്തും കിട്ടത്തില്ലെന്നാണ് ആന്റി പറയുന്നത്. ഇത് കൊണ്ടുവന്നപ്പോൾ നല്ല പിടച്ച മീനായിരുന്നു, പിടയ്ക്കുന്നുണ്ടായിരുന്നു.
അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള മീനായതുകൊണ്ട് പൊടിയത്തില്ല. ഇവിടെ മീന് അപ്പോൾ റെഡിയായി എണ്ണയൊക്കെ ഇടന്നിട്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് അപ്പം നമ്മൾ എണ്ണയിലിട്ട് റെഡിയാക്കിയിട്ട് ഇനി എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇനി സ്വല്പം എണ്ണയും കൂടി ഒഴിച്ച് ഇതൊക്കെ മൂപ്പിക്കണം. അപ്പൊ മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ മീൻ റെഡിയാക്കി എടുത്തു, നല്ലതുപോലെ മൊരിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് മാറ്റി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും നമ്മൾ അതേ പാത്രത്തിൽ തന്നെ ഇനി ബാക്കിയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സാധനങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ കുറച്ച് കടുക് അതിലേക്ക് ചേർത്തു. ഇനി കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും എന്താണ് ചേർക്കുന്നത്? വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. അപ്പൊ വെളുത്തുള്ളി നമ്മൾ തൊലി കളഞ്ഞിട്ടുള്ള ചെറിയ പീസുകളായിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചിയും അതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഒരു 3 ടീസ്പൂൺ ഇഞ്ചിയും നമ്മൾ കടുക് ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, കറിവേപ്പില ഒരുപാട് ഉപയോഗിക്കൂ. കറിവേപ്പില ഇച്ചിരി ഏറെ ഇടുന്നത് നല്ലതാണ് അച്ചാറായതുകൊണ്ട്. കറിവേപ്പില ഇതളുകളായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തത് അതിലേക്ക് കുറച്ച് കൂടുതൽ ഇടുന്നത് ഒരു 4 കൈപ്പിടിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിന്നമാൻറ്റി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി എപ്പോഴാണ് അത് ഇതൊന്ന് റെഡി ആവുന്നത്? ഈ കൂട്ട് ഇതൊരു ചെറിയൊരു ബ്രൗൺ കളറാവും, ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ. അപ്പോഴേക്കും നമുക്കിത് മാറ്റിയെടുക്കാം. കുടുംബപരമായിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചിന്നമാൻറ്റിക്ക് അറിയാം. പക്ഷെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ എല്ലാ കാര്യങ്ങളും കുക്ക് ചെയ്യേണ്ടിയെല്ലാം വന്നപ്പോൾ ഇപ്പൊ സംതൃപ്തിയാണ്. എത്ര പേര് വന്നാലും കുക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാണ് രുചികരമായ ഫുഡ് ഐറ്റംസ്. അപ്പൊ നമുക്കിതൊന്ന് റെഡിയായി വന്നല്ലോ അല്ലേ? ലൈറ്റ് ബ്രൗൺ കളർ ആയല്ലോ. ഇത് ഈ മീനിനകത്തേക്ക് കോരിയെടുക്കുന്നു. ഓക്കെ, ശരി. നമ്മള് എണ്ണയും കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും വെളുത്തുള്ളിയും മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ചെറിയ ഇഞ്ചിയും ചേർത്തിരുന്നു. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയപ്പോഴേക്കും ആ കൂട്ട് നമ്മുടെ ആദ്യം മുരിച്ചു വെച്ച നമ്മുടെ ഇതിലേക്ക് മീനിലേക്ക് ചേർത്തു. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി 2 സ്പൂൺ മുളക് പൊടി ഇട്ട് മൂപ്പിക്കുക. 2 സ്പൂൺ അതിൽ തന്നെ ഇട്ട് മൂപ്പിക്കാൻ പോവുകയാണ്. ഒരു 2-2.5 സ്പൂൺ. 1 കിലോ മീനാണ് നമ്മൾ അച്ചാറിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു 2-2.5 സ്പൂൺ എല്ലാം നമ്മൾ മൂപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുവിധം ഒരുപാട് മൂത്തൊന്നും വരേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം റെഡിയാക്കിയ മീനും നല്ലതുപോലെ നമ്മൾ എണ്ണയിലിട്ട് റെഡിയാക്കിയ മീനും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ കൂട്ടും കൂടി നമ്മൾ ഈ ഒരു മുളക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും അല്ലേ? അതുമായിട്ട് എല്ലാം ചേർന്ന് മിക്സ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വിനാഗിരിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. വിനാഗിരി എത്ര വിനാഗിരി വരും? അത് 50 ഗ്രാം. 50 ഗ്രാം. ഓക്കെ. 1 കിലോ മീനിന് ഒരു 50 ഗ്രാം വിനാഗിരിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. 50 ഗ്രാം വിനാഗിരി ഒഴിക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ്. എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ അത് ഒഴിച്ചു കൊടുത്തു. വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയാൽ മതി അല്ലേ? വെള്ളം നമ്മൾ ഒട്ടും ചേർത്തിട്ടില്ല, അതുകൊണ്ട് കേടാകത്തില്ല. ഓക്കെ. അപ്പൊ വെള്ളം കൂടുതൽ അല്പം ചേർത്താലെങ്കിലും കേടാവാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ഇരിക്കാൻ വേണ്ടി വിനാഗിരി മാത്രം. ചെറുമീൻ അച്ചാർ വിനാഗിരിയും കൂടി ചേർത്ത് കുറച്ചൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ചെറുമീൻ അച്ചാർ റെഡിയായി. നമുക്കൊരു ഇതിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ചെറുമീൻ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഒരു വല്ലാത്ത സ്മെല്ലാണ്. ഇപ്പം ഗൾഫിലെല്ലാം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് കൈ കിട്ടുന്ന എങ്ങനെയാണ്? കാരണം നാട്ടിൽ നിന്ന് വരുന്ന ഒരു അച്ചാർ, ഇതിന്റെ ഒരു സ്മെല്ല്, ഇതിന്റെ ഒരു ടേസ്റ്റ്, ഇതൊന്നും പറയാതിരിക്കാൻ വേണ്ടി അത്രയ്ക്ക് ഒരു ആക്രാന്തം എന്ന് പറയാം ഈ ഒരു അച്ചാറിനോട് നമ്മൾ കാണിക്കുന്നത്. എന്തിനോടൊക്കെ നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റും മാം? ചോറിന് മെയിനായിട്ട്, ചോറിന് കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ചെറുമീൻ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന്റെ ടേസ്റ്റ് നോക്കാനുള്ള സമയമാണ്. പേര് കൊണ്ട് ചെറിയ ആളാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കിഡിലനായിട്ടുണ്ട്, പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ചിന്നമാതിരി പേരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടേസ്റ്റിന്റെ കാര്യം